നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിൽ നിന്ന് നമ്മുടെ അനുവാദമില്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ മറ്റു ചില വെബ്സൈറ്റുകൾക്ക് റീഡയറക്റ്റ് ആയിട്ട് പോകുന്നത് നമ്മൾ കാണാറുണ്ട്. ഏതെങ്കിലും ആവശ്യത്തിന് വേണ്ടി നമ്മൾ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തായിരിക്കും, പക്ഷേ തൊട്ട് ആ ഒരു വെബ്സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് അത് ബ്രൗസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ചില തേർഡ് പാർട്ടി വെബ്സൈറ്റുകൾ ഓപ്പൺ ചെയ്യും. ഇത് നമ്മുടെ ഡാറ്റയെ കൂടുതൽ ബാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ഇങ്ങനെ ഏതെങ്കിലും തേർഡ് പാർട്ടി വെബ്സൈറ്റുകളിലേക്ക് ഗൂഗിൾ റീഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റകൾ ചോർന്നു പോകും. നമ്മളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും അതുപോലെ തന്നെ ബാങ്ക് ഡീറ്റെയിൽസുകളും ജിമെയിൽ അക്കൗണ്ടുകളൊക്കെ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് അത് ഇത്തരത്തിൽ തേർഡ് പാർട്ടി വെബ്സൈറ്റുകളിലേക്ക് പോയി അവിടെ നിന്ന് നമ്മുടെ ഡാറ്റകൾ അവരെടുക്കുകയും പിന്നീട് ദുരുപയോഗം ചെയ്യാൻ കാരണമാകുകയും ചെയ്യും. എന്നാൽ ഗൂഗിൾ തന്നെ അത്തരത്തിൽ വെബ്സൈറ്റുകളിലേക്ക് റീഡയറക്റ്റ് ആയിട്ട് പോകുന്നത് തടയാൻ വേണ്ടി, അല്ലെങ്കിൽ അത്തരത്തിൽ റീഡയറക്റ്റ് ആയിട്ട് പോകുന്നത് നമുക്കൊരു വാർണിംഗ് മെസ്സേജ് തരുന്നതിന് വേണ്ടി ഒരു സെറ്റിങ്സ് അവതരിപ്പിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെറ്റിങ്സാണ്. തീർച്ചയായിട്ടും നമ്മളൊക്കെ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ചെയ്തു വെക്കേണ്ട സെറ്റിങ്സാണ്. ഏതാണ് നോക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ കാണിച്ചു തരുന്നതിന് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാണ്. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ വലതുഭാഗത്ത് 3 ഡോട്ട് കാണും. ഈ 3 ഡോട്ടിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ താഴെ സെറ്റിങ്സ് എന്ന് കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നേരെ താഴെ ഭാഗത്തേക്ക് വരിക. കുറച്ചധികം താഴെ ഭാഗത്തേക്ക് ഇവിടെ കാണാം ഓൾവേസ് യൂസ് സെക്യൂർ കണക്ഷൻസ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇത് ഓഫ് ആയിരിക്കും ഇവിടെ കാണുന്നത്. ജസ്റ്റ് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഭാഗം നിങ്ങളൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും. താഴെ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നാമത്തെ വാണ്ട്സ് യു ഫോർ ഇൻസെക്യൂർ പബ്ലിക് സൈറ്റ്സ് എന്നുള്ളതും രണ്ടാമത്തെ വാണ്ട്സ് യു ഫോർ ഇൻസെക്യൂർ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സൈറ്റ് എന്നുള്ളതും കാണാൻ സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് നേരെ ഏറ്റവും മുകളിൽ കാണുന്ന വാണ്ട്സ് യു ഫോർ ഇൻസെക്യൂർ പബ്ലിക് സൈറ്റ് എന്നുള്ള ഈ ഭാഗത്താണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ചിലപ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് ചില ഫോണുകളിൽ ഇത് ഓൾറെഡി ഇതുപോലെ ഓണായി കിടക്കും. ഇനി ഇതുപോലെ ഒന്നാമത്തല്ല ഓണായി കിടക്കുന്ന രണ്ടാമത്താണെങ്കിൽ നിങ്ങളെടുത്ത് ഒന്നാമത്തതിലേക്ക് മാറ്റി കൊടുക്കണം. ഈ 2 സെറ്റിങ്സ് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ നിന്ന് നിങ്ങൾ ഏതെങ്കിലും വെബ്സൈറ്റിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് ഗൂഗിൾ തന്നെ സ്റ്റോപ്പ് ചെയ്ത് നിങ്ങൾ ഏത് വെബ്സൈറ്റാണോ ഓപ്പൺ ചെയ്യുന്നത് കൃത്യമായ വെബ്സൈറ്റിലേക്ക് തന്നെ നിങ്ങളുടെ ഡാറ്റ എത്തിക്കുകയും ഇനി റീഡയറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു വാർണിംഗ് മെസ്സേജായിട്ട് ഗൂഗിൾ തന്നെ നിങ്ങൾക്ക് തരികയും ചെയ്യും. ഇവിടെ വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടത് മനസ്സിലാക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.